വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിൻ്റെയും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ എക്സാം ആപ്ലിക്കേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായി. എന്നായിരിക്കും എക്സാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളായിരുന്നു. ബട്ട് അതിൻ്റെ കൂടെ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം കൂടി വന്നിരിക്കുകയാണ്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് കേരളത്തിൽ സെൻറ്ററുകളില്ല, തമിഴ്നാട് മാത്രമാണ് സെൻറ്ററുകൾ വരുന്നത്. അപ്പോൾ 2 വർഷമൊക്കെ ഇപ്പോൾ BCom ഒക്കെ ചെയ്യുന്ന കുട്ടികൾ കഴിഞ്ഞ 2 വർഷം കേരളത്തിൽ തന്നെ എക്സാം എഴുതിയുള്ള പല കുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികൾ, പല കുട്ടികളെന്നല്ല ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇനി എക്സാം എഴുതണമെങ്കിൽ തമിഴ്നാട് പോയിട്ട് എക്സാം എഴുതേണ്ട ഒരു അവസ്ഥയാണ്. അതിലിപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കോയമ്പത്തൂർ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പാലക്കാടൊക്കെയുള്ള കുട്ടികൾക്ക് പിന്നെയും അധികം പ്രോബ്ലം ഉണ്ടാവില്ല. തൃശ്ശൂരാണെങ്കിൽ നമുക്ക് കോയമ്പത്തൂരായിരിക്കും ഏറ്റവും നിയറസ്റ്റ്. കുറച്ചും കൂടി അതല്ലാത്ത കുട്ടികൾ ഒരുപാടുണ്ട് കേരളത്തിൽ. സോ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ തമിഴ്നാട് പോയി പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ചിലവ് കൂടിയുള്ളൊരു പരിപാടിയാണ്. MBA ഒക്കെ ആകുമ്പോൾ 9 പേപ്പറൊക്കെ പോയി എക്സാം എഴുതുക എന്ന് പറയുമ്പോൾ 9 ദിവസം അടുപ്പിച്ച്, ദെൻ ഡിഗ്രിക്കാണെങ്കിലും MCom ഒക്കെ ആണെങ്കിലും 5 പേപ്പർ അടുപ്പിച്ച് നമുക്ക് എക്സാം ഉള്ളതാണ്. അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇതിനെക്കാട്ട് മുമ്പ് തന്നെ നമ്മൾ പല വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. UGC പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് 2015 ആ ഒരു കാലഘട്ടത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ജൂറിസ്ഡിക്ഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ഏരിയ ഉണ്ട്, ജൂറിസ്ഡിക്ഷൻ. ഇപ്പോൾ തമിഴ്നാട് എന്ന് പറയണതാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഏരിയ എന്ന് പറയണം. ആ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണല്ലോ. അത് വിട്ടിട്ട് സെൻറ്ററുകൾ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ജൂറിസ്ഡിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. സോ അവർ അതൊന്നും നോക്കാതെ കണ്ട് കേരളത്തിലും ഈ പറഞ്ഞ സെൻറ്ററുകളൊക്കെ ഓപ്പൺ ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ കേസൊക്കെ വന്ന അവസാനം 2022 കേസൊക്കെ സെറ്റിൽ ചെയ്ത് നോ പ്രോബ്ലം, 2022 വരെയുള്ള കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള വിധിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. 2022 ശേഷം അതുകൊണ്ട് തന്നെ ഭാരതിയാർ യൂണിവേഴ്സിറ്റി പുതിയ അഡ്മിഷനൊന്നും പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഇപ്രാവശ്യത്തെ എക്സാമിൻ്റെ കേസിലോട്ട് വന്നപ്പോൾ അത് കുറച്ചും കൂടി പൂർണ്ണതയിലോട്ട് എത്തി എന്നുള്ളതാണ്. കേരളത്തിലൊന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂറിസ്ഡിക്ഷന് പുറത്തേക്ക് എക്സാം സെൻറ്റർ പോലും ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ഏരിയ തമിഴ്നാട് ജൂറിസ്ഡിക്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അവരുടെ എല്ലാ ആക്ടിവിറ്റീസും വരാൻ പാടുള്ളൂ എന്നുള്ള UGCയുടെ റൂള് കറക്റ്റായി ഫോളോ ചെയ്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു നിവൃത്തിയില്ല. നിങ്ങൾക്ക് എക്സാമിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഏത് സെൻറ്ററാണ്, ഇപ്പോൾ കോയമ്പത്തൂരായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും നിയറസ്റ്റ്, അവിടെ നിങ്ങൾ സെൻറ്റർ ഓപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിൽ പോയി എക്സാം എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ പല കുട്ടികളും അറിഞ്ഞിട്ടില്ല കേരളത്തിൽ ഈ പറയുന്ന സെൻറ്റർ ഇല്ല എന്നുള്ളത്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തമിഴ്നാടുള്ള പല ഏരിയാസ് കാണാൻ സാധിക്കും. വാൽപ്പാറയൊക്കെ ഉണ്ട്, പിന്നെ കോയമ്പത്തൂരുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നിയറസ്റ്റ് കോയമ്പത്തൂർ തന്നെയാണെന്ന് തോന്നുന്നത്. നിങ്ങളുടെ നിയറസ്റ്റ് ഏതാണെങ്കിൽ നിങ്ങളത് ഓപ്റ്റ് ചെയ്ത് എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തോളൂ. ജൂലൈയിലാണ് എക്സാം വരുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് ടൈം ടേബിളിൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, എന്തെങ്കിലും അടുപ്പിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ലീവും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുക. എന്തായാലും കുറച്ച് ചിലവുള്ള പരിപാടിയായിരിക്കും ഇപ്രാവശ്യം എക്സാം എഴുതുക എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ എക്സ്പെക്ട് ചെയ്യാം. ദെൻ BCom BBA MCom MBA സ്റ്റുഡൻസിനെ ഓൺലൈനായിട്ടുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഇയറിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് Google Meetലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സൊക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.